അയർലൻഡിലെ സീറോ മലബാർ സഭയുടെ ഈ വർഷത്തെ നാഷണൽ നോക്ക് മരിയൻ തീർത്ഥാടനം മെയ് 9 ശനിയാഴ്ച നടത്തപ്പെടും. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കൗണ്ടി മയോയിലെ നോക്ക് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലെയും നോർത്തേൺ അയർലൻഡിലെയും സീറോ മലബാർ വിശ്വാസികൾ ഒത്തുചേരും. മതാന്തര സംവാദത്തിനായി ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ മാർ ജോർജ് കൂവക്കാട് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സഭയുടെ കീഴിലുള്ള 38 വിശുദ്ധ കുർബാന കേന്ദ്രങ്ങളിലുമായി തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടന ദിനമായ മെയ് 9 രാവിലെ 9:45 നോക്ക് ബസിലിക്കയിൽ ജപമാല ആരംഭിക്കും. തുടർന്ന് ആഘോഷപൂർവ്വമായ സീറോ മലബാർ വിശുദ്ധ കുർബാനയും ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. കർദിനാളായി ഉയർത്തപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ അയർലൻഡ് സന്ദർശനമാണിത്. സീറോ മലബാർ സഭയുടെ യൂറോപ്പിലെ വിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറപ്പണത്തും അയർലൻഡ് നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് ഓലിയക്കാട്ടും അയർലൻഡിലെ മുഴുവൻ സീറോ മലബാർ വൈദികരും തീർത്ഥാടനത്തിൽ സജീവ സാന്നിധ്യം അറിയിക്കും. കാറ്റക്കിസം സ്കോളർഷിപ്പ്, ബൈബിൾ ക്വിസ്, ലിവിംഗ് സെർട്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും 5 അതിലധികമോ മക്കളുള്ള വലിയ കുടുംബങ്ങളെയും ചടങ്ങിൽ ആദരിക്കും. 1879 ഓഗസ്റ്റ് 21 കൗണ്ടി മയോയിലെ നോക്ക് ഗ്രാമത്തിൽ സ്നാപക യോഹന്നാന്റെ പേരിലുള്ള ദേവാലയത്തിന് സമീപം നടന്ന മരിയൻ പ്രത്യക്ഷീകരണം അയർലൻഡിലെ വിശ്വാസ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നാണ്. പരിശുദ്ധ കന്യകാമാതാവിനൊപ്പം യൗസേ പിതാവും യോഹന്നാൻ സ്ലീഹായും പ്രത്യക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ദർശനത്തിൽ ബലിപീഠം, കുരിശ്, ദിവ്യ ആട്ടിൻകുട്ടി, ദൂതന്മാർ എന്നിവയും ദർശിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. സഭ നിയോഗിച്ച കമ്മീഷനുകൾ ഈ സംഭവത്തെ വിശ്വാസയോഗ്യമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും നോക്ക് ദേവാലയം സന്ദർശിച്ചിട്ടുള്ളതും വിശുദ്ധ മദർ തെരേസ ഇവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളതും ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വർഷം തോറും ആയിരക്കണക്കിന് തീർത്ഥാടകർ നോക്ക് സന്ദർശിക്കുന്നു. അയർലൻഡിലെ മലയാളി കുടുംബങ്ങൾ പതിവായി നോക്ക് സന്ദർശിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാറുണ്ട്.